നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കതിരൂർ മനോജ് വധക്കേസ് സിപിഎം ജില്ലാ സെക്രട്ടറി പി ജയരാജന്റെ മുൻകൂർ ജാമ്യ ഹർജി 18ലേക്ക് മാറ്റിയത് സിബിഐയുടെ വിശദീകരണം കൂടി കേൾക്കാൻ. ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരുടെ സമരം ഓഫീസ് പ്രവർത്തനങ്ങളെ ബാധിച്ചു. ജില്ലയിൽ സമരം ഭാഗികം. ക്ഷേത്ര ഭണ്ഡാരങ്ങൾ കവർച്ച ചെയ്യുന്ന രണ്ടംഗ സംഘത്തെ വളപട്ടണം പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് പാപ്പിനിശ്ശേരി ആലക്കോട് സ്വദേശികൾ. ആയുധങ്ങളും പിടിച്ചെടുത്തു. കാലിത്തീറ്റയുടെ വിലവർദ്ധനവ് നിയന്ത്രിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാരിന് സാധിക്കുന്നില്ലെന്ന് മന്ത്രി കെ.സി. ജോസഫ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി സംസ്ഥാനത്തിനാവശ്യമായ കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാനുള്ള നടപടി സർക്കാർ കൈക്കൊണ്ടുവരികയാണെന്നും മന്ത്രി. അടിസ്ഥാന സൌകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വീർപ്പുമുട്ടി നടുവിൽ സ്കൂളിന് സമീപത്തെ അംഗനവാടി. മേൽക്കൂര പൊളിഞ്ഞു വീഴാറായി, തറയുൾപ്പെടെ പൊട്ടിപ്പൊളിഞ്ഞു. ഭീതിയിൽ രക്ഷിതാക്കളും കുട്ടികളും. വിശദമായ വാർത്തകളിലേക്ക്. കതിരൂർ മനോജ് വധക്കേസിൽ സിപിഎം ജില്ലാ സെക്രട്ടറി പി ജയരാജന്റെ മുൻകൂർ ജാമ്യ ഹർജി 18ലേക്ക് മാറ്റി. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യ ഹർജി 18ലേക്ക് മാറ്റിയത്. കതിരൂർ മനോജ് വധക്കേസിൽ സിബിഐ കോടതിക്ക് മുമ്പാകെ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് പി ജയരാജന് നോട്ടീസ് നൽകിയിരുന്നു. ചൊവ്വാഴ്ച രാവിലെ ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയത്. ഇതിനെ തുടർന്ന് പി ജയരാജൻ മുൻകൂർ ജാമ്യ ഹർജി നൽകുകയായിരുന്നു. കോടതി ഹർജിയിൽ തീരുമാനം 18ലേക്ക് മാറ്റി. സിബിഐയുടെ വിശദീകരണം കൂടി കേൾക്കാനാണ് ഹർജി പരിഗണിക്കുന്നത് മാറ്റിയത്. സിബിഐക്ക് നോട്ടീസ് അയക്കാനും കോടതി നിർദ്ദേശിച്ചു. കോടതി ഉത്തരവ് വന്ന ശേഷം പി ജയരാജന് വേണ്ടി അഭിഭാഷകൻ കെ വിശ്വൻ സിബിഐക്ക് കത്ത് നൽകി. മുൻകൂർ ജാമ്യ ഹർജിയിൽ തീർപ്പായതിനു ശേഷം സിബിഐക്ക് മുമ്പാകെ ഹാജരാകാമെന്നാണ് കത്തിൽ പറഞ്ഞത്. പി ജയരാജൻ തിരുവനന്തപുരത്ത് സിപിഎം സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ്. വ്യാഴാഴ്ചയാണ് അദ്ദേഹം കണ്ണൂരിലെത്തുക. 2004 സെപ്റ്റംബർ 1 കതിരൂർ മനോജ് കൊല്ലപ്പെട്ടത്. സീൽ ന്യൂസ്, കണ്ണൂർ. ഇടത് അധ്യാപക ജീവനക്കാരും ബിജെപി അനുകൂല അധ്യാപക ജീവനക്കാരും നടത്തിയ പണിമുടക്ക് ജില്ലയിൽ ഭാഗികം. കലക്ട്രേറ്റിൽ 60% പേർ മാത്രമാണ് പണിമുടക്കിയത്. ബാക്കിയുള്ളവർ ജോലിക്ക് ഹാജരായി. ശമ്പള പരിഷ്കരണവും സിവിൽ സർവീസിന്റെ സംരക്ഷണവും ആവശ്യപ്പെട്ടാണ് ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കിയത്. ചില ഓഫീസുകളെ സമരം ബാധിച്ചു. ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് കിട്ടിയിട്ടും തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്ന നിലപാടിനെതിരെയാണ് സമരം നടന്നത്. ഇടത് സംഘടനകളുടെ സംയുക്ത സമരസമിതി, NGO സംഘ്, ഫെറ്റോ, ജോയിന്റ് ആക്ഷൻ കൌൺസിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് നടന്നത്. കണ്ണൂർ കളക്ടറേറ്റിൽ നോൺ ഗസറ്റഡ് വിഭാഗത്തിൽ 195 പേരിൽ 92 പേർ ഹാജരായി. 14 പേർ അവധിയെടുത്തു. ഗസറ്റഡ് വിഭാഗത്തിൽ 11 പേരിൽ 6 പേർ ജോലിക്ക് ഹാജരായി. താലൂക്ക് ഓഫീസിൽ 54 ജീവനക്കാരിൽ 24 പേർ പണിമുടക്കി. പണിമുടക്കിയ സംയുക്ത സമരസമിതി ജീവനക്കാർ കളക്ടറേറ്റിന് മുന്നിൽ പ്രകടനം നടത്തി. അധ്യാപകരുമായിട്ട് സാമാന്യമായി ചർച്ച ചെയ്യുക എന്നൊരു രീതിയുണ്ട്. ആ ചർച്ച ചെയ്യുക എന്ന മാന്യമായ രീതി പോലും സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. കാരണം സർക്കാരിന് ജീവനക്കാരുമായിട്ട് സംഘടനകളുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ സർക്കാരിന് മുന്നോട്ട് വെക്കാൻ യാതൊരു ന്യായവുമില്ല. ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിച്ചിട്ട് 2009 ഏറ്റവും ഒടുവിൽ പരിഷ്കരിച്ചത്. വേതനം പുതുക്കിയിട്ട് 2009 അതിനുശേഷം 6 വർഷക്കാലമായി ശമ്പളം പുതുക്കിയിട്ട് വേതനം ഫെറ്റോ ആഭിമുഖ്യത്തിലും പ്രകടനം നടന്നു. സീൽ ന്യൂസ്, കണ്ണൂർ. പണിമുടക്കിയ ഇടതുപക്ഷ അധ്യാപകരും ജീവനക്കാരും തളിപ്പറമ്പിൽ പ്രകടനം നടത്തി. നിരവധി പേർ പങ്കെടുത്തു. സിവിൽ സർവീസിന്റെ സംരക്ഷണവും വേതനഘടനാ പരിഷ്കരണവും ആവശ്യപ്പെട്ടാണ് ഇടതുപക്ഷ അനുകൂല സംഘടനയുടെ നേതൃത്വത്തിൽ സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കിയത്. പണിമുടക്കിയ ജീവനക്കാർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തി. പ്രവർത്തകർ പ്രകടനമായി താലൂക്ക് ഓഫീസ് പരിസരത്തെത്തി. യോഗത്തിൽ MK സൈബുന്നീസ അധ്യക്ഷത വഹിച്ചു. OP രാധാകൃഷ്ണൻ, VV രവി, R ഗോപാലൻ, ഡോക്ടർ രഞ്ജിത്ത്, P സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന ഏകദിന പണിമുടക്കിന്റെ ഭാഗമായി ശ്രീകണ്ഠാപുരം ടൗണിൽ പ്രകടനം നടന്നു. T വിനോദ് കുമാർ, KP രാധാകൃഷ്ണൻ, KM ശോഭന, P സന്തോഷ് കുമാർ, MV നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. ശമ്പള കമ്മീഷൻ ഉടൻ പുറപ്പെടുവിക്കുക,
പ്രതിരോധ നടപടികൾ പിൻവലിക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഏകദിന പണിമുടക്ക് നടത്തുന്നത്. സീൽ ന്യൂസ്, തളിപ്പറമ്പ്, ശ്രീകണ്ഠാപുരം. ക്ഷേത്ര ഭണ്ഡാരങ്ങൾ കവർച്ച നടത്തുന്ന രണ്ടംഗ സംഘത്തെ വളപട്ടണം പോലീസ് അറസ്റ്റ് ചെയ്തു. പാപ്പിനിശ്ശേരി, ആലക്കോട് സ്വദേശികളാണ് അറസ്റ്റിലായത്. കവർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന ആയുധങ്ങളും പിടിച്ചെടുത്തു. ആലക്കോട് അരങ്ങം സ്വദേശി തെക്കിയിൽ സുരേഷ് ബാബു, പാപ്പിനിശ്ശേരി വെസ്റ്റിലെ നടരാജ് ഹൌസിൽ സുരേഷ്, വളപട്ടണം SI ശ്രീജിത്ത് കൊടേരിയും സംഘവും അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച പുലർച്ചെ പട്രോളിംഗിനിടെ പുതിയതൊരു ഹൈവേ ജംഗ്ഷനിലെ കടവരാന്തയിൽ വെച്ചാണ് ഇവർ അറസ്റ്റിലായത്. ഇവരിൽ നിന്നും കവർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന വിവിധ ആയുധങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ക്ഷേത്ര ഭണ്ഡാരങ്ങൾ കവർന്നത് ഇവരാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. പയ്യന്നൂർ എടാട്ട് തൃക്കൈ ക്ഷേത്രം, തളിപ്പറമ്പ് കണികുന്ന് സോമേശ്വരം ക്ഷേത്രം, പഴയങ്ങാട് റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രം, കുപ്പം പടവൽ മുത്തപ്പൻ ക്ഷേത്രം എന്നിവിടങ്ങളിലെ ക്ഷേത്ര ഭണ്ഡാരങ്ങൾ തകർത്ത് പണം കവർന്നത് ഇവരടങ്ങുന്ന സംഘമാണ്. ഒരു മാസം മുൻപ് പാപ്പിനിശ്ശേരി CSI ചർച്ചിൽ നടന്ന കവർച്ചയ്ക്ക് പിന്നിലും ഇതേ സംഘമായിരുന്നു. പാപ്പിനിശ്ശേരി ശിവക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന് 6000 രൂപ കവർന്നതും പാപ്പിനിശ്ശേരി മാവേലി സ്റ്റോറിൽ കവർച്ച നടത്തിയതും പുതിയ തെരുവിലെ മൊബൈൽ കടയിൽ നിന്നും 1000 രൂപയും 4 മൊബൈൽ ഫോണും കവർന്ന സംഭവത്തിലും ഇവരാണ് പ്രതികളെന്ന് പോലീസ് പറഞ്ഞു. മറ്റ് നിരവധി കവർച്ചാ കേസുകളിൽ പ്രതികളാണ് രണ്ടുപേരുമെന്നും പോലീസ് വ്യക്തമാക്കി. ഒന്നിച്ചുള്ള അസോസിയേറ്റ് ആയിട്ടുണ്ടായിരുന്നത് സുരേഷ് നടരാജാണ്. അവന് മുൻപ് പല കേസുകളിലും പ്രതിയാണ്. ഇവരധികവും ചെയ്യുന്നത് ഭണ്ഡാരങ്ങളാണ് ഇവരധികവും മോഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. അവർ പറയുന്നത് വെച്ചാൽ വളരെ സൗകര്യമുണ്ട്. അധിക ക്ഷേത്രങ്ങളിലും സെക്യൂരിറ്റിക്കാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ആരും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ പൊളിക്കാൻ പറ്റും. ആരും ഉണ്ടാവില്ല. ഒരു റിസ്ക് ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കളവിന്റെ രീതിയാണ് ഭണ്ഡാര മോഷണം. അങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. സിവിൽ പോലീസ് ഓഫീസർമാരായ അനിൽകുമാർ, സുകേഷ്, മോഹൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. സീൽ ന്യൂസ്, ധർമ്മശാല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സൌത്ത് സോൺ ഇൻഷുറൻസ് എംപ്ലോയീസ് ഫെഡറേഷൻ നേതൃത്വത്തിൽ നടത്തുന്ന വാഹനജാഥ വിവിധ കേന്ദ്രങ്ങളിലൂടെ പര്യടനം തുടരുന്നു. തളിപ്പറമ്പിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. ഇൻഷുറൻസ് പ്രീമിയത്തിനുമേൽ സേവന നികുതിയും പോളിസി തുകയ്ക്ക് വരുമാന നികുതിയും ചുമത്തുന്നത് സർക്കാർ അവസാനിപ്പിക്കുക, സ്വകാര്യ വിദേശ ഇൻഷുറൻസ് കമ്പനികളെ സഹായിക്കാൻ സർക്കാരും IRDAയും നടത്തുന്ന കള്ളക്കളികൾ അവസാനിപ്പിക്കുക, പൊതുമേഖലയെ സംരക്ഷിക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വാഹനജാഥ നടത്തുന്നത്. കാഞ്ഞങ്ങാട് നിന്ന് ആരംഭിച്ച് 18-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. തളിപ്പറമ്പിൽ നൽകിയ സ്വീകരണത്തിൽ ജാഥ ക്യാപ്റ്റൻ M. കുഞ്ഞികൃഷ്ണൻ സംസാരിച്ചു. ഉടമ എന്നുള്ള നിലയിൽ 100 കോടി രൂപ മാത്രം മുടക്കിയിട്ടുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ പണമല്ല അത്. ഈ നാട്ടിലെ ജനങ്ങളുടെ പണമാണ്. നാട്ടിലെ ജനങ്ങളുടെ പണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ സ്ഥാപനം എങ്ങനെ പോകണം, എങ്ങോട്ട് പോകണം, എന്തായിരിക്കണം എന്ന് നിശ്ചയിക്കാനുള്ള അവകാശം ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൂടി ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. CATU തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. N. അനിൽകുമാർ, PP കൃഷ്ണൻ, M. കുഞ്ഞികൃഷ്ണൻ, M. രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ജാഥയുടെ ചൊവ്വാഴ്ച പര്യടനം പയ്യന്നൂരിൽ നിന്ന് ആരംഭിച്ച് തലശ്ശേരിയിൽ സമാപിച്ചു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. LIC എംപ്ലോയീസ് യൂണിയൻ നേതൃത്വത്തിൽ നടക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് കണ്ണൂരിൽ സ്വീകരണം നൽകി. തഞ്ചാവൂരിൽ നടക്കുന്ന ദക്ഷിണ മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ജാഥ നടക്കുന്നത്. കാഞ്ഞങ്ങാട് നിന്നും തിങ്കളാഴ്ചയാണ് ജാഥ തുടങ്ങിയത്. കണ്ണൂരിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ജാഥ ക്യാപ്റ്റൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് M. കുഞ്ഞികൃഷ്ണൻ സംസാരിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് K. അശോകൻ, MK പ്രേംജിത്ത് തുടങ്ങിയവരും സംസാരിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിന്റെ പണി ആരംഭിച്ചതു മുതൽ തദ്ദേശവാസികൾ യാത്രാക്ലേശം കൊണ്ട് ഉഴലുകയാണ്. പാപ്പിനിശ്ശേരി ഗേറ്റ് പൂർണ്ണമായും അടച്ചിട്ടതോടെ ആശുപത്രിയിലും സ്കൂളുകളിലും പോകുന്നവർ യാത്രാക്ലേശത്തിൽ ഉഴലുകയാണ്. സമയബന്ധിതമായി പണി പൂർത്തിയാക്കിയില്ലെങ്കിൽ രൂക്ഷമായ യാത്രാ പ്രശ്നങ്ങളിലേക്കാണ് നാട്ടുകാർ എത്തുന്നത്. ആക്ഷൻ കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും ശക്തമായ ഇടപെടൽ കാരണം സബ്വേയുടെ പണി ഒരാഴ്ചയ്ക്കുള്ളിൽ ആരംഭിക്കുമെന്ന് എഞ്ചിനീയർമാർ അറിയിച്ചിട്ടുണ്ട്. ശക്തമായ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ സബ്വേ വന്നത്. അതിൽ നല്ലൊരു അഭിമാനം നമ്മൾ കൊള്ളുന്നുണ്ട്. ഒരാഴ്ചക്കകം പണി തുടങ്ങുമെന്ന് അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അറിയിച്ചത്. തുടങ്ങുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നമ്മൾ മാസങ്ങളായി ഇതിന്റെ പിന്നാലെയുണ്ട്. അതിൽ ഇവിടുത്തെ MLAയോ MP യോ ആരും തന്നെ ഇതിൽ നമ്മൾ ജനങ്ങളെ സഹായിക്കാനുണ്ടായിട്ടില്ല. ഇത് ഇല്ലാതാക്കാനുള്ള സംവിധാനമാണ് അധികാരവർഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും തീരെ സഹകരണം ഉണ്ടായിട്ടില്ല. ചർച്ചയിൽ ആക്ഷൻ കമ്മിറ്റി മെമ്പർമാരായ C. ഷാഫി, സുരേഷ് പൊതുവാൾ, P. സുനിൽ, AP റഷീദ്, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, പാപ്പിനിശ്ശേരി.
KSTP റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ഓവുചാൽ നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിച്ചു. എരിപുരത്തെ വ്യാപാരികൾ ദുരിതത്തിൽ. പഴയങ്ങാടി എരിപുരം രജിസ്ട്രാർ ഓഫീസിന് സമീപത്താണ് KSTP ഓവുചാൽ നിർമ്മാണം പാതിവഴിയിൽ നിർത്തിയത്. വ്യാപാര സ്ഥാപനത്തിനു മുന്നിൽ വലിയ കുഴിയുണ്ടാക്കിയത് വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ദുരിതം സൃഷ്ടിക്കുന്നു. നിരവധി പേർക്കാണ് ഓവുചാലിൽ വീണ് പരിക്കേൽക്കുന്നത്. പ്രശ്നം KSTP അധികൃതരുടെയും സ്ഥലം MLA TV രാജേഷിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. അതുവരെ മൂടാൻ പോലും എത്ര പ്രാവശ്യം അവിടെ പോയിട്ട് പറഞ്ഞു ഓഫീസിൽ ഇതുവരെ അവർ വന്നിട്ട് നാളെ MLA അടക്കം വന്നിട്ട് പറഞ്ഞതാണ്. എന്നിട്ട് MLA മുമ്പിൽ വെച്ചിട്ട് അവർ പറഞ്ഞു 2 ദിവസം കൊണ്ട് ശരിയാക്കാം. ഇപ്പോൾ അവർ വന്നിട്ട് ഇപ്പോൾ ഇതൊക്കെ ശരിയാക്കിയിട്ട് അതും അങ്ങനെ തന്നെ അവിടെ വെച്ചിട്ട് നമുക്ക് എന്ന് വെച്ചാൽ കച്ചവടം തന്നെ നടത്താത്ത സ്ഥിതിയാണ്. ഇതിൻ്റെ ആൾ കയറുന്നില്ല, അങ്ങനെ ഉള്ളു. ജനത്തിരക്കേറിയ എരിപുരം ജംഗ്ഷനിൽ ഓവുചാൽ നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിച്ച KSTPയുടെ നടപടിയിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. സീൽ ന്യൂസ്, ചെറുകുന്ന്. നവലിബറൽ നയങ്ങൾ കാരണം രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി അനുദിനം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് C. രവീന്ദ്രനാഥ് MLA പറഞ്ഞു. ഇടതുപക്ഷ ബദലാണ് പരിഹാരം. കണ്ണൂരിൽ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നവലിബറൽ സാമ്പത്തിക നയം എന്ന് മലയാളത്തിൽ പറയും. ഈ നയം എവിടെ നടപ്പിലാക്കുന്നുവോ അവിടെ രൂക്ഷമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ്. കോൺട്രാക്ടർമാർക്ക് എല്ലാ പ്രശ്നവുമില്ല. ചെറുകിട കോൺട്രാക്ടർമാർക്ക് പ്രശ്നമുണ്ട്. പറയുക വൻകിട കോൺട്രാക്ടർമാർക്ക് ഒരു പ്രശ്നമില്ല. കർഷകർക്ക് എല്ലാവർക്കും പ്രശ്നമില്ല. കർഷകർക്ക് എല്ലാവർക്കും പ്രശ്നമില്ല. ചെറുകിട കർഷകർക്ക് പ്രശ്നമുണ്ട്, വൻകിട കർഷകർക്ക് ഒരു പ്രശ്നമില്ല. നവലിബറൽ നയങ്ങൾ കാരണം സർക്കാർ എല്ലാ മേഖലകളിൽ നിന്നും പിൻവാങ്ങുകയാണ്. ഇത് കാരണം ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഇല്ലാതാവുകയാണ്. KK നാരായണൻ MLA അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി KV ജോർജ്, PV കൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. കരുവഞ്ചാൽ ഹരിത ചാരിറ്റബിൾ സൊസൈറ്റി, എക്സലന്റ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കമ്പ്യൂട്ടർ സാക്ഷരതാ ക്ലാസ് മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മലയോരത്തെ ത്രിതല പഞ്ചായത്തുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കാണ് ക്ലാസ് നടത്തുന്നത്. ഭാരതത്തിൽ ഏറ്റവും അധികം മാറ്റമുണ്ടായ മേഖലയാണ് കമ്മ്യൂണിക്കേഷൻ രംഗം. 25 കൊല്ലം മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന കമ്മ്യൂണിക്കേഷൻ രംഗത്തെ അന്നത്തെ അവസ്ഥയിൽ നിന്ന് അന്ന് ആരുടെയും മനസ്സിൽ സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിവര സാങ്കേതിക വിദ്യകൾ അനുദിനം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ത്രിതല പഞ്ചായത്തുകൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എന്നിവിടങ്ങളിലെ സേവനം യഥാവിധിയും വേഗതയിലും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കമ്പ്യൂട്ടർ ക്ലാസിന് തുടക്കം കുറിക്കുന്നത്. കരുവഞ്ചാൽ KR ടവറിൽ നടന്ന ഉദ്ഘാടന പരിപാടിയിൽ NU അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് PT മാത്യു, ബിന്ദു ബാലൻ, മോളി മാനുവൽ, ജോയ് കൊന്നക്കൽ, സുമിത്ര ഭാസ്കരൻ, C. മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. VV ഷീബ സ്വാഗതവും KM അനസ് നന്ദിയും പറഞ്ഞു. സീൽ ന്യൂസ്, ആലക്കോട്. പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ആലക്കോട് നടത്തിയ ക്ഷീരസംഗമം മലയോരത്തിന് നവ്യാനുഭവമായി. ജില്ലാ ക്ഷീരവികസന വകുപ്പിന്റെയും ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സംഗമം സംഘടിപ്പിച്ചത്. പ്ലാസ്റ്റിക് തോരണങ്ങൾ, ഫ്ലക്സ് ബോർഡുകൾ എന്നിവ തുടക്കം മുതൽ ഒഴിവാക്കിയായിരുന്നു പരിപാടിയുടെ പ്രചരണം ആരംഭിച്ചത്. പ്ലാസ്റ്റിക് കയറിനു പകരം ചൂടിക്കയറും ഭക്ഷണശാലയിൽ പാള കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളുമാണ് വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചത്. സംഗമം നടന്ന ഹാളിന് സമീപത്ത് ഒരുക്കിയ കൂറ്റൻ കമാനങ്ങളിൽ വരെ പ്ലാസ്റ്റിക്കിന്റെ അംശം ഉൾപ്പെടാതിരിക്കാൻ സംഘാടകർ ശ്രദ്ധിച്ചു എന്നത് ശ്രദ്ധേയമായി. പുൽപ്പായകളിൽ ചായങ്ങൾ ഉപയോഗിച്ചാണ് പ്രചരണ ബോർഡുകൾ ഒരുക്കിയത്. പച്ചയോലകൾ കൊണ്ട് മടഞ്ഞുണ്ടാക്കിയ വിവിധ തരത്തിലുള്ള തോരണങ്ങൾ കണ്ണിന് കുളിർമ പകരുന്നവയായിരുന്നു. വാഴയിലയും ആഫ്രിക്കൻ പായലും വിവിധ തരത്തിലുള്ള പുല്ലുകളും അലങ്കാര വസ്തുക്കളായി സ്ഥാനം പിടിച്ചപ്പോൾ മറ്റൊരിടത്തു നിന്നും ലഭിക്കാത്ത അനുഭവം കണ്ടറിയുകയായിരുന്നു സംഗമത്തിനെത്തിയ ക്ഷീരകർഷകർ. മാലിന്യം നിക്ഷേപിക്കാൻ വരെ ഓലകൾ കൊണ്ടു തീർത്ത മനോഹരങ്ങളായ സാമഗ്രികൾ സംഗമഹാളിന് സമീപത്ത് ഒരുക്കിയിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ നടപ്പിലാക്കിയ ഗ്രീൻ പ്രോട്ടോകോൾ പദ്ധതിയിൽ നിന്നുള്ള ഊർജ്ജം ഉൾക്കൊണ്ടാണ് ഇത്തരത്തിൽ മലയോരത്തും പദ്ധതി നടപ്പിലാക്കാൻ ബന്ധപ്പെട്ടവർ തീരുമാനിച്ചത്. ഇതിനായി കൂത്തുപറമ്പിൽ നിന്നുള്ള കലാകാരന്മാരെയും സംഘാടകർ ആലക്കോട് എത്തിച്ചിരുന്നു. മാങ്ങാട്ടിടം സ്വദേശി രൂപേഷ് ചിത്രകല, വിജേഷ് മട്ടന്നൂർ, ദിനേശൻ തില്ലങ്കേരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രചരണ സാമഗ്രികൾ ഒരുക്കിയത്.
പ്രചരണ പരിപാടിക്ക് കംപ്ലീറ്റ് പ്ലാസ്റ്റിക് ഒഴിവാക്കിക്കൊണ്ടുള്ള പരമ്പരാഗത രീതിയിലുള്ള പ്രചരണങ്ങൾ. കാരണം പായ, അതുപോലെ പിന്നെ ബാനറുകൾ, ഉള്ളിലുള്ള ബാനറുകൾ, വാഴയില, ഇതുപോലുള്ളതിലാണ് ഇപ്പം പ്രചരണം നടത്തിയിട്ടുള്ളത്. പുത്തൂറം ബ്ലോക്കിലാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു പരിപാടി ഇങ്ങനെ സംഘടിപ്പിച്ചത്. ജില്ലയിലെ വിധം ആൾക്കാർ വിളിക്കുന്നുണ്ട്. അത് തുടർന്ന് ഇതെല്ലാം നമ്മൾ ഈ രീതിയിൽ തന്നെ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വാഴയിലകളും ഓലകളും പായകളും നയനമനോഹരമായ കാഴ്ചയൊരുക്കി ചുമരുകളിൽ സ്ഥാനം പിടിച്ചതോടെ ഗ്രീൻ പ്രോട്ടോകോൾ പ്രചരണത്തിന് മലയോരത്തും ആരംഭം കുറിക്കുമെന്നതിൽ സംശയമില്ല. സീൽ ന്യൂസ്, ആലക്കോട്. കാലിത്തീറ്റ വിലവർദ്ധനവ് നിയന്ത്രിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാരിന് സാധിക്കുന്നില്ലെന്നും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി സംസ്ഥാനത്തിനാവശ്യമായ കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാനുള്ള നടപടി സർക്കാർ കൈക്കൊണ്ടുവരികയാണെന്നും മന്ത്രി കെ.സി. ജോസഫ്. സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആലക്കോട് നടന്ന ജില്ലാ ക്ഷീരസംഗമവും ക്ഷീരവികസന ഓഫീസ് ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഒരു മിനിമം 1000 രൂപയെങ്കിലും പെൻഷനായി ലഭിക്കണം. ഏതായാലും 1000 രൂപ കൊടുത്തില്ലെങ്കിലും ഞാൻ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഇനിയും പെൻഷൻ വർദ്ധിപ്പിക്കും. തൃപ്തികരമായ മാറ്റം വരുത്താൻ ഗവൺമെന്റ് ആത്മാർത്ഥമായി പരിശ്രമിക്കും. കാരണം ഇത് ഒരു സൗജന്യമല്ല, ഒരു ഔദാര്യമല്ല. ഈ രംഗത്ത് നിൽക്കുന്ന കൃഷിക്കാരനെ സഹായിക്കാനും പിന്തുണയ്ക്കാനും ഗവൺമെന്റ് വളരെയേറെ ബോധ്യമുണ്ട്, ചുമതലയുണ്ട്. കേരളത്തിൽ 60% കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കുന്നത് സ്വകാര്യ കമ്പനികളാണ്. ഈ അവസ്ഥ മാറ്റിയെടുക്കുന്നതിന് ആവശ്യമായ നടപടി കൈക്കൊണ്ടിട്ടുണ്ട്. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി. ലത അധ്യക്ഷത വഹിച്ചു. ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ കെ.ടി. സരോജിനി പദ്ധതി വിശദീകരണം നടത്തി. ജോൺ ജേക്കബ് വള്ളക്കാലിൽ മികച്ച ക്ഷീരകർഷകരെ ആദരിച്ചു. മോളി മാനുവൽ, വി.പി. ഗോവിന്ദൻ, സി. മോഹനൻ, സുമിത്ര ഭാസ്കരൻ, ജോയ് കൊന്നക്കൽ, തോമസ് ആലപ്പാട്ട്, തമ്പി മാത്യു എന്നിവർ സംസാരിച്ചു. ജില്ലാ ക്ഷീരവികസന വകുപ്പിന്റെയും ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യമായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും മത്സരങ്ങളും നടന്നു. സീൽ ന്യൂസ്, ആലക്കോട്. മാടായി പഞ്ചായത്തിന്റെ കീഴിൽ എരിപുരം ജംഗ്ഷനിലേക്കുള്ള പൊതുകിണർ നാശത്തിലേക്ക്. കിണർ കാടുകയറി മൂടിയ നിലയിൽ. നിരവധി പേർക്ക് കുടിവെള്ളം പകർന്നു നൽകുന്ന എരിപുരത്തെ പൊതുകിണറിന്റെ ഇന്നത്തെ അവസ്ഥയാണിത്. പ്രദേശം കാടുമൂടിയിരിക്കുന്നു. ഇതിനകത്ത് ഒരു കിണറുണ്ടെന്ന് ഒറ്റനോട്ടത്തിൽ മനസ്സിലാവുക പോലുമില്ല. കിണറിന്റെ ചുറ്റും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നിറഞ്ഞിരിക്കുന്നു. എരിപുരത്തെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലേക്കും പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ ക്വാർട്ടേഴ്സിലേക്കും ഇവിടെ നിന്നും വെള്ളമെടുക്കാറുണ്ട്. കൊടും വേനലിലും വറ്റാത്ത കിണറാണ് ഇത്. എന്നാൽ കിണർ സംരക്ഷിക്കാൻ അധികൃതർ തയ്യാറാകാത്തതിനാൽ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ഇപ്പം പഞ്ചായത്തിന്റെ അതിനകത്തോണ്ട് മൂടി കാട് വേടി മൂടി കിടക്കും. വളരെ കാലം മുമ്പേ നമ്മൾ ഒഴിക്കാം. ഇവിടെ വെള്ളിയുള്ള സമയത്ത് ഈ കിണറ്റിൽ എപ്പം വെള്ളമില്ല. ഇപ്പം ഇത് അതിനകത്ത് കാട് വേടി മൂടി കിടക്കുന്ന അവസ്ഥയാണ്. അപ്പം ഇപ്പോൾ എടുക്കാൻ പറ്റില്ല. കാരണം ഇത് ആൾ കാണില്ലല്ലോ. ഒരു വാഹനം വന്ന് കയറിക്കഴിഞ്ഞാൽ കാണില്ലല്ലോ. കാട് മൂടിയതുകൊണ്ട്. കിണറിൽ നിന്ന് വെള്ളം ഉപയോഗിക്കുന്നവർ പോലും കിണർ ശുചിയായി സൂക്ഷിക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. പഴയങ്ങാടി എരിപുരത്തെ പൊതുകിണർ സംരക്ഷിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ മുന്നോട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സീൽ ന്യൂസ്, ചെറുകുന്ന്. മലബാറിലെ ഏറ്റവും വലിയ മലയോര ഡയറിയിൽ ഗ്രാമവികസന മന്ത്രി കെ.സി. ജോസഫിന്റെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. ഫെബ്രുവരി 27 ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം നടക്കും. പി.ജെ. ആന്റണി, എം.ഒ. മാധവൻ, കെ.പി. ഗംഗാധരൻ എന്നിവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. 19 കോടി രൂപ മുടക്കി 15 ഏക്കർ സ്ഥലത്താണ് മലയോര ഡയറിയുടെ നിർമ്മാണ പ്രവൃത്തി നടത്തുന്നത്. ഫെബ്രുവരി 27 ആദ്യഘട്ട ഉദ്ഘാടനം നടക്കും. ആധുനിക രീതിയിലുള്ള പ്ലാന്റിന്റെ നിർമ്മാണ പ്രവൃത്തി പുരോഗമിച്ചു കഴിഞ്ഞു. 500 പേർക്കെങ്കിലും തൊഴിൽ നൽകുവാൻ ഈ ഡയറിയിലൂടെ സാധിക്കും. ആരംഭിക്കാൻ തീരുമാനിച്ച മിൽമയുടെ ഡയറി പ്ലാന്റിന്റെ പ്രവൃത്തി സമയബന്ധിതമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ സാധ്യമായ രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളും തൃപ്തികരമായും നിശ്ചയസമയം നടത്താൻ വേണ്ടി മിൽമ പരിശ്രമിക്കുന്നുണ്ട്. ഇതിന് ആവശ്യമായ എക്യുപ്മെൻറ്റ്സ്, അതുപോലെ മറ്റ് ബന്ധപ്പെട്ട ഉപകരണങ്ങൾ, സാങ്കേതികമായ സൗകര്യങ്ങൾ അതെല്ലാം ലഭ്യമാക്കാൻ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. പരമാവധി ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ കമ്മീഷൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒന്നാം ഘട്ടത്തിൻ്റെ പ്രവൃത്തി പൂർത്തീകരണം ഫെബ്രുവരി അവസാനം പൂർത്തിയായി 1ാം ഘട്ടം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 6 മാസത്തിനുള്ളിൽ ഇതിൻ്റെ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകും. അതിനെ മിൽമ പരമാവധി പരിശോധിക്കുന്നത്. സീൽ ന്യൂസ്, ശ്രീകണ്ഠാപുരം.
ദേശീയ യുവത്വ ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ അഴിമതിരഹിത കേരളം യുവാക്കളിലൂടെ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ജവഹർ ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടി KM ഷാജി MLA ഉദ്ഘാടനം ചെയ്തു. അഴിമതിരഹിതമായി നിൽക്കുക എന്നത് രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും മാത്രം പണിയല്ല. മനുഷ്യനായി പിറന്നവരുടെ ഉത്തരവാദിത്തമാണ് എന്ന ബോധം ഉണ്ടാവണം. അല്ലാതെ എപ്പോഴും ക്യാമറയും എപ്പോഴും പെണ്ണുകൊടുത്തിട്ട് രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥന്മാരെയും മാത്രമേ പറഞ്ഞു പോയിട്ട് എഴുതി വെച്ചിട്ട് അത് അവിടെ മാത്രമാണ് പ്രശ്നങ്ങൾ എന്ന് ധരിക്കുന്നതിനപ്പുറം കുടുംബം മുതൽ വ്യക്തി മുതൽ സമൂഹത്തിന്റെ സകല മേഖലകളിലും നിഖില മേഖലകളിലും അതുണ്ടെന്നും അത് തുടച്ചു നിൽക്കാൻ വേണ്ടത് ആർജവമുള്ള മനസ്സാണെന്നും ആർദ്രതയുള്ള മനസ്സാണെന്നും റിട്ടയർഡ് SP NP ബാലകൃഷ്ണൻ ക്ലാസ് എടുത്തു. യൂത്ത് പ്രോഗ്രാം ഓഫീസർ P പ്രണീത, P ഷാഫുദ്ദീൻ, MN ചിത്രകുമാർ, നിവ്യ ഹരി എന്നിവർ പ്രസംഗിച്ചു. ആന്റി കറപ്ഷൻ പീപ്പിൾസ് മൂവ്മെന്റ്, ഗാന്ധി യുവജനവേദി, സ്കൂൾ ഓഫ് ജേർണലിസം ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. സീൽ ന്യൂസ്, കണ്ണൂർ. ശ്രീകണ്ഠാപുരം SES കോളേജിൽ പുരാവസ്തു വിഭാഗം നേതൃത്വത്തിൽ 2 ദിവസമായി നടന്നുവന്ന സെമിനാർ സമാപിച്ചു. സമാപന സമ്മേളനം ഉദ്ഘാടനം മന്ത്രി KC ജോസഫ് നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡൊമിനിക് തോമസ് അധ്യക്ഷത വഹിച്ചു. ബാലചന്ദ്രൻ കീഴോത്ത് മുഖ്യപ്രഭാഷണം നടത്തി. മിനി വർഗീസ്, G പ്രേംകുമാർ, ഡോക്ടർ KV ഫിലോമിന, ബേബി തോമസ് എന്നിവർ സംസാരിച്ചു. സീൽ ന്യൂസ്, ശ്രീകണ്ഠാപുരം. BSNL ജീവനക്കാർ സംസ്ഥാന തലത്തിൽ പ്രക്ഷോഭപാതയിലാണ്. BSNL എംപ്ലോയീസ് യൂണിയൻ, BSNL കാഷ്വൽ എംപ്ലോയീസ് യൂണിയൻ, SNEA സംയുക്ത സമരസമിതി ആഭിമുഖ്യത്തിലാണ് സമരം. കണ്ണൂരിൽ ടെലികോം ജനറൽ മാനേജറുടെ ഓഫീസിനു മുന്നിൽ ധർണ നടന്നു. പ്രതികാര നടപടികൾ പിൻവലിക്കുക, ചട്ടവിരുദ്ധമായ സ്ഥലം മാറ്റങ്ങൾ റദ്ദു ചെയ്യുക, കരാർ തൊഴിലാളികളുടെ വേതനം പുനർനിർണയിച്ച് നടപ്പാക്കുക, സേവനത്തിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് AK അശോകൻ ഉദ്ഘാടനം ചെയ്തു. അതിന് തക്കതായിട്ടുള്ള പരിഗണനയും അതിന്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ഒക്കെ തന്നെ ലഭ്യമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് എടുത്തിരുന്നുവെങ്കിൽ BSNL ഇന്ന് എത്രയോ പുരോഗതിക്കേണ്ടതായിരുന്നു. SNEA ജില്ലാ പ്രസിഡന്റ് രാജേഷ് PV മഞ്ചാൻ അധ്യക്ഷത വഹിച്ചു. UP ജിതേഷ്, AP നന്ദകുമാർ, P മനോഹരൻ, രവീന്ദ്രൻ കൊടക്കാട്, TV കൃഷ്ണൻ, കാരായി ശ്രീധരൻ, PV രാജൻ എന്നിവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാതെ ശോചനീയാവസ്ഥയിൽ നടുവിൽ സ്കൂൾ ജംഗ്ഷനിലെ അംഗനവാടി. പൊളിഞ്ഞു വീടാറായ മേൽക്കൂരയിൽ ഭീതിയോടെ കുരുന്നുകളും അമ്മമാരും. പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യവുമില്ല. റോഡരികിൽ നിന്ന് അകലമില്ലാത്ത അംഗനവാടിക്ക് സംരക്ഷണം പോലുമില്ല. പഠനവും ഉറക്കവുമെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ തറയിൽ. നടുവിൽ LP സ്കൂൾ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അംഗനവാടിയാണിത്. 20-ലേറെ കുരുന്നുകൾ ഇവിടെ പഠിക്കുന്നു. മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു. സിമന്റ് തറ പൊട്ടിപ്പൊളിഞ്ഞ് കുഴികളാണ് നിറയെ. കുരുന്നുകളുടെ ഉറക്കവും പഠനവുമെല്ലാം ഈ പൊളിഞ്ഞ തറയിൽ തന്നെ. വൻകുഴികൾ രൂപപ്പെട്ടിട്ടുള്ള അംഗനവാടിയിൽ എലിശല്യമുണ്ട്. കുട്ടികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സൗകര്യവുമില്ല. റോഡിനോട് ചേർന്നുള്ള അംഗനവാടി കെട്ടിടത്തിൽ നിന്നും കുട്ടികൾ പുറത്തേക്കിറങ്ങുന്നതും ഭീതി സൃഷ്ടിക്കുന്നു. അംഗനവാടിയുടെ ശോചനീയാവസ്ഥയെക്കുറിച്ച് അമ്മമാർ പരാതി പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഈ വളരെ ശോചനീയമായ അംഗൻവാടിയിലേക്കാണ് നമ്മളെ കുട്ടികളെ നമ്മൾ ഭയത്തോടെ വിടുന്നത്. മേൽക്കൂരയെല്ലാം പൊട്ടി വീഴാനായതാണ്. എലിയുടെ ശല്യം വേറെയുണ്ട്. റോഡിൻ്റെ സൈഡാണ്. ഒരു ബാത്റൂം ഇല്ല. നമ്മളെങ്ങനെയാണ് കുട്ടികളെ അയക്കുന്നത്? ഈ ഒരു പഞ്ചായത്ത് വക നമുക്കൊരു നല്ലൊരു അംഗൻവാടിയും നല്ലൊരു ബാത്റൂം അടങ്ങിയ അംഗൻവാടി കിട്ടണമെന്നാണ് നമ്മളെ അഭിപ്രായം. കുറേ വർഷമായി ഇതിങ്ങനെ നടക്കുന്നത്. ദൂരസ്ഥലത്തേക്ക് കുട്ടികളെ കൊണ്ടുവിടാനുള്ള ദുരിതം ഓർത്താണത്രേ പലരും ഭീതിയോടെയാണെങ്കിലും കുരുന്നുകളെ ഇവിടേക്ക് വിടുന്നത്. സ്ഥലം ലഭ്യമായാൽ പുതിയ കെട്ടിടം നിർമ്മിക്കാമെന്നതാണ് പഞ്ചായത്ത് നിലപാട്. പ്രവർത്തിക്കുന്ന കെട്ടിടം വിട്ടു നൽകാൻ സ്കൂൾ മാനേജ്മെന്റ് തയ്യാറുമല്ലത്രേ. സീൽ ന്യൂസ്, നടുവിൽ. ഫോട്ടോഗ്രാഫർമാരുടെയും വീഡിയോഗ്രാഫർമാരുടെയും ചില സംഘടനകൾ ചാരിറ്റി സംഘടനകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്നവരാണെന്നും തൊഴിലവകാശങ്ങൾ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയുന്നില്ലെന്നും പ്രൊഫഷണൽ വീഡിയോഗ്രാഫേഴ്സ് ആൻഡ് ഫോട്ടോഗ്രാഫേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് സുധാകരൻ ചക്കരപ്പാടം കുറ്റപ്പെടുത്തി. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ സംഘടനയെന്നും സംഘടനയുടെ പ്രവർത്തന ഫലമായി ഏറെ അവകാശങ്ങൾ നേടിയെടുക്കാനായെന്നും സുധാകരൻ ചക്കരപ്പാടം പറഞ്ഞു. ഫോട്ടോഗ്രഫി അനുബന്ധ തൊഴിലാളികൾക്ക് ട്രേഡ് യൂണിയൻ ഒരു കാലം വരെ ഇല്ലാത്തതായിരുന്നു പ്രശ്നം. എന്നാൽ രാഷ്ട്രീയത്തിന് അതീതമായി തങ്ങളുടെ സംഘടനയുടെ പ്രവർത്തന ഫലമായി ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനായി. AKPA ചാരിറ്റബിൾ സംഘടന മാത്രമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സീൽ ന്യൂസ്, കണ്ണൂർ.
തളിപ്പറമ്പ് സ്വദേശി പി മനോഹരന്റെ ലഹരി വിരുദ്ധ ഫോട്ടോ പ്രദർശനം 15-ന് കണ്ണൂർ ലൈബ്രറി ഹാളിൽ നടക്കും. ലഹരി വിമുക്ത സമൂഹമാണ് ലക്ഷ്യമെന്ന് പി മനോഹരൻ പറഞ്ഞു. വയനാട്ടിൽ ലഹരിമുക്ത കേന്ദ്രത്തിൽ നിന്നും സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന ഒരാളാണ് ഫോട്ടോ പ്രദർശനം ഉദ്ഘാടനം നിർവഹിക്കുക. പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഫോട്ടോ പ്രദർശനം നടത്തുന്നതെന്ന് പി മനോഹരൻ പറഞ്ഞു. KV മനോഹരനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ. വിവിധ കറൻസികളും കോയിനുകളും ശേഖരിച്ച് ശ്രദ്ധേയനാവുകയാണ് പാപ്പിനിശ്ശേരി കോലത്തുവലിലെ TK രതീഷ്. 1835-ൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പുറത്തിറക്കിയ 1.5 അണ കോയിൻ മുതൽ ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയ 500 രൂപയുടെ നാണയം വരെ രതീഷിന്റെ ശേഖരങ്ങളിലുണ്ട്. UAE ദിർഹം, പഴയ കോയിൻ, കുവൈത്തിന്റെ 5 ദിനാർ, ഓസ്ട്രേലിയൻ ഡോളർ, സൗദിയിലെ വെള്ളിക്കോയിൻ, പഴയ വീതിയിലുള്ള ഇന്ത്യയുടെ 1000ന്റെ നോട്ട് തുടങ്ങിയവ ശേഖരങ്ങളിൽ ശ്രദ്ധേയമാണ്. പല രാജ്യങ്ങളിലെ കറൻസികളും നാണയങ്ങളും ഉൾപ്പെടെ 50 ലക്ഷത്തോളം മതിപ്പുള്ള ശേഖരമാണ് ഇദ്ദേഹത്തിന്റെ പക്കലുള്ളത്. 16 വയസ്സു മുതലാണ് രതീഷ് നാണയ ശേഖരണം തുടങ്ങിയത്. 1991 ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കോയിൻ കളക്ഷൻ. അതിനു മുന്നിൽ സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ടായിരുന്നു. 220 മുകളിലുണ്ടാവും രാജ്യങ്ങളിൽ കോയിൻ. അതായത് ഇപ്പോൾ നിലവിലുള്ളതും ഇല്ലാത്തതുമായ രാജ്യങ്ങളിൽ. പഴയ കാലത്തെ ഇന്ത്യൻ്റെ ആണെങ്കിൽ പഴയ 1000, 100, പിന്നെ ബ്രിട്ടീഷിന്റെ. കോലത്തുവയലിലെ TK രമണന്റെയും K മല്ലികയുടെയും മകനാണ് രതീഷ്. ഭാര്യ സജന, മകൻ അഭിദേവ്. ഇലക്ട്രീഷ്യനായി ജോലി ചെയ്യുന്ന ഇദ്ദേഹം പ്രവാസ ജീവിതത്തിന് ശേഷം ഇപ്പോൾ നാട്ടിലാണ്. ലക്ഷങ്ങൾ വില പറഞ്ഞിട്ടും ഒന്നും വിൽക്കാൻ തയ്യാറല്ലാത്ത ഈ യുവാവ് നാണയങ്ങൾ ഇപ്പോഴും ശേഖരിക്കുകയാണ്. സീൽ ന്യൂസ്, പാപ്പിനിശ്ശേരി. കേരള പ്ലേസ്മെന്റ് സെക്യൂരിറ്റി ആൻഡ് ഹോം നഴ്സിംഗ് സർവീസസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനവും അവാർഡ് വിതരണവും 16-ന് കൊല്ലത്ത് നടക്കും. തൊഴിൽ വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. ഈ മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. ഉദ്ഘാടന ചടങ്ങിൽ PK ഗുരുദാസൻ MLA അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി ആറാലമൂട് ചന്ദ്രബാബു, CP അനിൽ, ചിത്ര സുധർമ്മൻ എന്നിവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളിലെ 45-ാം ബാച്ചിന്റെ ലൈറ്റ്നിംഗ് സെറിമണി കണ്ണൂരിൽ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. DMO PK ബേബി അധ്യക്ഷത വഹിച്ചു. JC's ട്രെയിനർ സിജോ M. ജോ മുഖ്യപ്രഭാഷണം നടത്തി. നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ EM ത്രേസ്യ ദീപം തെളിയിച്ചു. TS ശ്രീഷ്മ പ്രതിജ്ഞ ചൊല്ലി. ഡെപ്യൂട്ടി DMO ഡോക്ടർ MK ഷാജ്, OS മോളി, ഡോക്ടർ രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. കല്യാശ്ശേരി കോലത്തുവയൽ ചിറകുറ്റി പുതിയ ഭഗവതി ക്ഷേത്രം കളിയാട്ടത്തിന് ആരംഭമായി. നിരവധി പേരാണ് ക്ഷേത്ര സന്നിധിയിലെത്തിയത്. വൈകിട്ടു മുതൽ വിവിധ തെയ്യങ്ങളുടെ തോറ്റങ്ങൾ നടന്നു. തുടർന്ന് വടേശ്വരം ശിവക്ഷേത്ര പരിസരത്ത് നിന്ന് പഞ്ചുരുളി അമ്മയുടെ കുളിച്ചു തൊഴുതു വരവ്. ബുധനാഴ്ച രാവിലെ പഴശ്ശിപ്പോതിയുടെയും തുടർന്ന് രക്തചാമുണ്ടിയുടെയും വിഷ്ണുമൂർത്തിയുടെയും പുറപ്പാട്. 14 പുലർച്ചെ വലിയ തമ്പുരാനും തുടർന്ന് ബപ്പിരിയൻ തെയ്യവും 9 മുതൽ ആര്യപൂങ്കണി അമ്മയുടെ പുറപ്പാടും നടക്കും. സീൽ ന്യൂസ്, ധർമ്മശാല. ചപ്പാരപ്പടവ് റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ നേതൃത്വത്തിൽ 1 മാസക്കാലമായി നടത്തിവന്ന റേഞ്ച് ക്യാമ്പയിൻ സമാപിച്ചു. സമാപനത്തോടനുബന്ധിച്ച് നടുവിലിൽ മൗലിദ് ജാഥയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. പ്രവാചകനെ അറിയൂ, പ്രകീർത്തനങ്ങൾ വാഴ്ത്തൂ എന്ന പ്രമേയമുയർത്തിയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. റേഞ്ചിന് കീഴിലെ 25ഓളം മദ്രസകളിൽ നിന്നുള്ള ദഫ് പ്രദർശനത്തിന്റെയും മറ്റും അകമ്പടിയോടെയാണ് മൗലിദ് ജാഥ നടത്തിയത്. റാലി ഫാറൂഖ് മസ്ജിദ് പരിസരത്ത് നിന്ന് ആരംഭിച്ചു മദ്രസ അങ്കണത്തിൽ സമാപിച്ചു. റേഞ്ച് പ്രസിഡന്റ് സഹലബത്ത് ദാരമി, സെക്രട്ടറി അഷ്റഫ് ഫൈസി ഇർഫാനി, ക്യാമ്പയിൻ കോർഡിനേറ്റർ സക്കരിയ ദാരമി, മഹൽ പ്രസിഡന്റ് നൂറുദ്ദീൻ ഹാജി, VA റഹീം തുടങ്ങിയവർ ജാഥയെ നയിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം സഫ്വാൻ കോയ തങ്ങൾ ഏഴിമല ഉദ്ഘാടനം ചെയ്തു. സക്കരിയ ദാരമി അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികൾക്കും ദഫ് പ്രദർശനത്തിലും മത്സര പരിപാടികളിലും വിജയിച്ചവർക്കും ഉപഹാരവും നൽകി.
സീൽ ന്യൂസ് നടുവിൽ. നടുവിൽ തൃക്കോവിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. ജനുവരി 17 വരെ നീണ്ടു നിൽക്കുന്ന സപ്താഹയജ്ഞത്തിന് യജ്ഞാചാര്യൻ തത്തനപ്പിള്ളി കൃഷ്ണയ്യറാണ് നേതൃത്വം നൽകുന്നത്. കപിലാവതാരം, ഭദ്രകാളി ആവിർഭാവം, നരകവർണ്ണന, ചിത്രകേതോപാഖ്യാനം, നരസിംഹാവതാരം, പൂതനാമോക്ഷം, രുക്മിണി സ്വയംവര മഹോത്സവം, ശ്രീകൃഷ്ണ വിവാഹങ്ങൾ തുടങ്ങിയവയാണ് ഉണ്ടാവുക. സമാപന ദിവസം അന്നദാനവും ഉണ്ടാകും. 19 മുതൽ 22 വരെ ബ്രഹ്മശ്രീ നടുവത്ത് പുടവൂര് വസുദേവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം നടക്കും. സീൽ ന്യൂസ് നടുവിൽ. തപസ്യ കലാസാഹിത്യവേദി സംസ്ഥാന അധ്യക്ഷൻ എസ് രമേശൻ നായർ നയിക്കുന്ന എന്റെ ഭൂമി, എന്റെ ഭാഷ, എന്റെ സംസ്കാരം തപസ്യ സാംസ്കാരിക തീർത്ഥയാത്ര 13, 14 തീയതികളിൽ ജില്ലയിൽ പര്യടനം നടത്തും. 13-ന് മാഹിയിൽ ആദ്യ സ്വീകരണം നടക്കും. തലശ്ശേരി സംഗമം ഓഡിറ്റോറിയത്തിൽ പൊതുസംഗമം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 14-ന് 9 മണിക്ക് സഞ്ജയൻ ഭവനത്തിൽ നിന്നും യാത്ര തുടങ്ങും. 10:30-ന് ചൊവ്വ ശിവക്ഷേത്ര പരിസരം, 11 മണിക്ക് ഗുരുഭവൻ, 12 മണിക്ക് ചിറക്കൽ, 1 മണിക്ക് തളിപ്പറമ്പ് ടൗൺ സ്ക്വയർ, 3 മണിക്ക് മാടായിപ്പാറ, 4 മണിക്ക് ഏഴിമല എന്നിവിടങ്ങളിൽ സ്വീകരണം. 5 മണിക്ക് ജില്ലാതല സമാപനം പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കുമെന്ന് സെക്രട്ടറി കൂമുള്ളി ശിവരാമൻ പറഞ്ഞു. യാത്രയുടെ ഭാഗമായി തെരുവ് നാടകം തുടങ്ങിയ കലാപരിപാടികളും നടക്കും. സീൽ ന്യൂസ് കണ്ണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കതിരൂർ മനോജ് വധക്കേസ് CPM ജില്ലാ സെക്രട്ടറി P ജയരാജന്റെ മുൻകൂർ ജാമ്യ ഹർജി 18-ലേക്ക് മാറ്റിയത് CBIയുടെ വിശദീകരണം കൂടി കേൾക്കാൻ. ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരുടെ സമരം ഓഫീസ് പ്രവർത്തനങ്ങളെ ബാധിച്ചു. ജില്ലയിൽ സമരം ഭാഗികം. ക്ഷേത്ര ഭണ്ഡാരങ്ങൾ കവർച്ച ചെയ്യുന്ന 2-അംഗ സംഘത്തെ വളപട്ടണം പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് പാപ്പിനിശ്ശേരി, ആലക്കോട് സ്വദേശികൾ. ആയുധങ്ങളും പിടിച്ചെടുത്തു. കാലിത്തീറ്റയുടെ വിലവർദ്ധനവ് നിയന്ത്രിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാരിന് സാധിക്കുന്നില്ലെന്ന് മന്ത്രി KC ജോസഫ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി സംസ്ഥാനത്തിനാവശ്യമായ കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാനുള്ള നടപടി സർക്കാർ കൈക്കൊണ്ടുവരികയാണെന്നും മന്ത്രി. അടിസ്ഥാന സൌകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വീർപ്പുമുട്ടി നടുവിൽ സ്കൂളിന് സമീപത്തെ അംഗനവാടി. മേൽക്കൂര പൊളിഞ്ഞു വീഴാറായി, തറയുൾപ്പെടെ പൊട്ടിപ്പൊളിഞ്ഞു. ഭീതിയിൽ രക്ഷിതാക്കളും കുട്ടികളും. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.